ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ആ ഒരു സീക്രട്ട് ഡിസയറാണ്. അവരെന്താണ് നിങ്ങളെക്കുറിച്ച് രഹസ്യമായിട്ട് മനസ്സിൽ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് അവരുടെ മനസ്സിലുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ നോക്കുന്നത്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വർക്ക് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതായി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതെ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരിക, വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് തിങ്ക് ചെയ്യുക, അവരുടെ ഒരു നല്ല മെമ്മറീസ് മനസ്സിലേക്ക് കൊണ്ടുവന്ന് മാത്രം ഈ ഒരു വീഡിയോയുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇവിടെ ഈ ഒരു പേഴ്സണും നിങ്ങളും തമ്മിൽ ഒരു പക്ഷേ വളരെയധികം ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വൈസ് നിങ്ങൾ തമ്മിലിപ്പോൾ മാനസികമായിട്ട് ഒരുപാട് അകന്ന് കഴിയുന്ന ഒരു സാഹചര്യമായിരിക്കാം. അതായത് ആ ഒരു ഡിസ്റ്റൻസ് നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ സാധിക്കുന്നത്, ഇത്രയും നാളും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്താണോ കാണിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ ആ വ്യക്തിക്ക് വിസിബിൾ ആവുന്ന രീതിയിൽ ചെയ്തുകൊണ്ടിരുന്നത്, ആ ഒരു കാര്യങ്ങൾ നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു പേഴ്സണ് എപ്പോഴും അവൈലബിൾ ആയിട്ടിരുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതായത് അവരെപ്പോൾ കാണണമെന്ന് ആഗ്രഹിച്ചാലും, അല്ലെങ്കിൽ അവരെപ്പോൾ കോൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാലും, ടെക്സ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാലും ഒക്കെ നിങ്ങൾ അവൈലബിൾ ആയിരുന്നിരിക്കാം. അതായത് അവർക്കായിരുന്നു അവിടെ കൂടുതലൊരു പ്രയോറിറ്റി. അവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ അവരുടെ ഒരു ടൈം ചൂസ് ചെയ്യാനോ അല്ലാന്നുണ്ടെങ്കിൽ എന്തും ചെയ്തു കൊടുക്കാനായിട്ട് റെഡിയായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ കാണുന്നത് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സ്റ്റേറ്റസ് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ ഒരു ഇൻപുട്ട് ഇട്ടിട്ടുള്ളത്, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു എനർജി ചിലവാക്കിയിട്ടുള്ളത് നിങ്ങൾ തന്നെയാണ്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് മാക്സിമം നല്ല രീതിയിൽ പോകുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ അധ്വാനിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ തന്നെയാണ്. അപ്പോൾ അത്രയും അധികം എഫേർട്ട് ഇട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണെ അത്രത്തോളം കെയർ ചെയ്ത്, ഈ ഒരു റിലേഷൻഷിപ്പിന് അത്രത്തോളം വാല്യൂ കൊടുത്ത് മുന്നോട്ട് പോയിരുന്നൊരു വ്യക്തിയാണ് നിങ്ങൾ. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ആ ഒരു സെപ്പറേഷൻ എന്ത് കാരണം കൊണ്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അതിൽ നിന്ന് പതിയെ മാറി സഞ്ചരിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസ് ഇപ്പോൾ മാനസികമായിട്ട് നിങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ മൈൻഡിൽ ഈ ഒരു പേഴ്സൺ ഉണ്ട്, അവരോടൊരു സ്നേഹം, എഫെക്ഷൻ ഒക്കെ എങ്ങനെ മുൻപുണ്ടായിരുന്നു അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഇതിൽ നിന്ന് പതിയെ ഡീവിയേറ്റ് ചെയ്യുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണോടുള്ള ആറ്റിറ്റ്യൂഡിൽ നിന്ന് നിങ്ങൾ ഡീവിയേറ്റ് ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങളിവിടെ സെൽഫ് ലവ് ഒക്കെ ചെയ്ത് നിങ്ങളുടെ കാര്യത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾക്കും ഒരു വാല്യൂ ഉണ്ട് എന്ന് മനസ്സിലാക്കി പതിയെ മൂവ് ഓൺ ചെയ്ത് പോയതാവാം. അല്ലാന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു പേഴ്സൺ ഏതെങ്കിലും രീതിയിൽ അറിയുകയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇതിൽ നിന്ന് മൂവ് ഓൺ ആയി, അല്ലാന്നുണ്ടെങ്കിൽ അവരില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും എന്നുള്ളൊരു രീതി നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ടാവാം. അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഒരു മൈൻഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് വിഷമിക്കുന്നു, അല്ലാന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് ടെൻഷൻ അടിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആ വിഷമത്തിനേക്കാൾ ഉപരിയായിട്ട് ആ ഒരു ടെൻഷൻ മൈൻഡാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എപ്പോഴും ഈ ടെൻഷൻ വരിക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടി നമുക്ക് ആകെ തലയ്ക്ക് ഭ്രാന്താവുക എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് വരുമ്പോഴാണ് ഈ ഒരു ടെൻഷൻ വരിക. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ആദ്യം ഈ ഒരു പേഴ്സണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യവുമായിട്ട് ഇണങ്ങിച്ചേരാൻ സാധിച്ചിരുന്നെങ്കിൽ പോലും ഇപ്പോൾ അതിന് കഴിയാത്തൊരവസ്ഥയാണ്. അതായത് ആ ഒരു ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്ന് പറയുന്നത് പോലെ അവർക്കിപ്പോൾ കഴിയുന്നില്ല. എങ്ങനെയാണോ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത് അതങ്ങനെ ഒഴുകിപ്പോട്ടെ, അല്ലെങ്കിൽ അതിനനുസരിച്ച് പോകാം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് ഈ ഒരു പേഴ്സൺ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അവരതിൽ നിന്ന് മാറി ചിന്തിക്കുന്നു, അല്ലെങ്കിൽ അതിനനുസരിച്ച് പോകാനായിട്ട് അവർക്ക് കഴിയുന്നില്ല, ഒരുപാട് ബുദ്ധിമുട്ടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ മേ ബി നിങ്ങൾ ചിലപ്പോൾ ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ അനുഭവിച്ചിട്ടുണ്ടാവാം ഈ ഒരു റിലേഷൻഷിപ്പിൽ. അതായത് ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾ തമ്മിലൊരു ഡിസ്റ്റൻസ് വന്ന സമയത്ത് നിങ്ങൾക്കും ചിലപ്പോൾ പൊരുത്തപ്പെട്ട് പോകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ടാവും. ഓരോ ദിവസത്തെയും കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പോലും നിങ്ങൾ ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും.
അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റീസോ കാര്യങ്ങളുണ്ടെങ്കിൽ പോലും അതൊക്കെ നിങ്ങൾ പിന്നത്തേക്ക് മാറ്റി വെച്ച് ആകെ ഒരു അലസമായിട്ട് അല്ലെങ്കിൽ എപ്പോഴും വിഷമിച്ചിരിക്കുന്നൊരവസ്ഥ. അപ്പോഴാണ് നമുക്ക് ആ ഒരു ഗോയിങ് വിത്ത് ദ ഫ്ലോ മൈൻഡ് ഇല്ലാതെയായി പോകുന്നത്. അപ്പോൾ അന്ന് നിങ്ങൾ അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ പേഴ്സണോ അല്ലെങ്കിൽ നിങ്ങളോ മാരീഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടി ആ ഒരു മെച്യൂരിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഏജ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു 30+ എബവ് ഒക്കെയുള്ള വ്യക്തികൾ തന്നെ ആയിരിക്കാം നിങ്ങൾ. കാരണം ആ ഒരു മെച്യൂരിറ്റി മൈൻഡുള്ള പേഴ്സൺസ് തന്നെയാണ്, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള വ്യക്തികൾ തന്നെയാണ്. അപ്പോൾ കറൻറ്റ്ലി അവർ എല്ലാ കാര്യങ്ങളിലും ഒന്ന് പുറകിലേക്ക് നിൽക്കുന്നു എന്നുള്ളതാണ്. അത് അവരുടെ ജോബിലായിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ള ഒരു കുടുംബമൊക്കെ നോക്കി നടത്തേണ്ടുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ കൂടി ഒന്നിനും അവർക്ക് മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഈ ഒരു പേഴ്സൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടെങ്കിലും ചിലപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവാം, ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അവർ ആ ഒരു സോൾ വൈസ് വളരെയധികം തനിച്ചായതുപോലെയാണ് അവർക്ക് തോന്നുന്നത്. അതായത് അവരുടെ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാൻ, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സൊന്ന് തുറന്ന് സംസാരിക്കാൻ പറ്റിയ ആരും അടുത്തില്ലാത്ത ഒരു ഫീലിംഗാണ് ആ ഒരു പേഴ്സണുള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ആ ഒരു അസ്വസ്ഥത, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെട്ടു പോയതിലുള്ള കുറ്റബോധമാവാം. അപ്പോൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും അവരാകെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നു. ചിലതൊക്കെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ഇതൊക്കെ കൊണ്ട് അവരുടെ മനസ്സിന് യാതൊരു കോൺസെൻട്രേഷനും കിട്ടാത്തൊരവസ്ഥയാണ്. എന്ത് കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അതിലൊന്നും ആ ഒരു ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവുന്നില്ല. നമ്മളിപ്പോൾ ഏത് കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ മനസ്സറിഞ്ഞ് ചെയ്യണം എന്ന് പറയില്ലേ, ആ ഒരു രീതിയിലേക്ക് മാറാനായിട്ട് അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇനി പല കാര്യങ്ങളും അവർ ചെയ്യുന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം വെറുതെ യാന്ത്രികമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കാം. അപ്പോൾ ഇവർക്ക് തീർച്ചയായിട്ടും ആ ഒരു സോൾ ക്രേവിംഗ് ഉണ്ട്, നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ ഒരു സോളിനെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ രീതിയിലും നിങ്ങളെ ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നു, മിസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു അസ്വസ്ഥത, അല്ലെങ്കിൽ നിങ്ങളെ കാണണം എന്നുള്ള, അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം വീണ്ടും പഴയതുപോലെ ആവണം എന്നുള്ളൊരു ആഗ്രഹം, അല്ലെങ്കിൽ ആ ഒരു സോൾ വൈസ് ആയിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളെ അതിൻ്റെ ഭാഗമാക്കി ചേർക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ നേരത്തെ ഒരു ദൈവവിശ്വാസി ആണെന്നുണ്ടെങ്കിൽ കൂടിയും ഇപ്പോൾ ഇവർ ആ ഒരു സ്പിരിച്വൽ വൈസ് ഒന്നും കൂടി അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ അവരുടെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ളത് കൊണ്ടാവാം ആ ഒരു നിരാശയും അല്ലെങ്കിൽ ടെൻഷനും ആങ്സൈറ്റിയും എല്ലാം കൂടി കലർന്ന ഒരു പ്രത്യേകമായിട്ടുള്ളൊരു മാനസികാവസ്ഥ ആയതുകൊണ്ടായിരിക്കാം അവർ കൂടുതലായിട്ടും ആ ഒരു സ്പിരിച്വൽ വേ തിരഞ്ഞെടുക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് സഞ്ചരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ അവർ പ്രാർത്ഥിക്കുന്ന ഒരു സമയം തന്നെയാണിത്, അല്ലെങ്കിൽ അവർ നമ്മൾ പറയുന്ന പോലെ ആ ഒരു ദൈവത്തോട് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെയാണ്. അവർ ചെയ്ത തെറ്റുകൾ ചിലപ്പോൾ ക്ഷമിക്കാൻ പറയുന്നുണ്ടാവാം, എല്ലാ അപരാധങ്ങൾക്കും മാപ്പ് തരണം എന്ന് പറയുന്നുണ്ടാവും. അത്രത്തോളം അവർ ഈ ഒരു സിറ്റുവേഷനിൽ ആ ഒരു സ്പിരിച്വൽ വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇതുപോലെയുള്ള ഒരു മാനസികാവസ്ഥയിലൂടെ ആദ്യം കടന്നു പോയിട്ടുള്ള ആൾ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയായിരിക്കാം. ഈ ഒരു പേഴ്സണുമായിട്ട് ആ ഒരു ഡിസ്റ്റൻസ് വന്ന ശേഷം, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്നൊന്ന് മാറിപ്പോയ ശേഷമായിരിക്കാം നിങ്ങൾ ഇതുപോലെ തളർന്നു പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരുപാട് വിഷമിക്കുകയും ഒരു ഒറ്റപ്പെട്ട അവസ്ഥയൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവാം. നിങ്ങൾ ആ ഒരു സമയത്ത് കൂടുതൽ ആ ഒരു സ്പിരിച്വൽ വേയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടാവാം, ദൈവവുമായിട്ട് അടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തതുപോലെ തന്നെ കറൻറ്റ്ലി ഈ ഒരു പേഴ്സണാണ് ആ ഒരു അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു സ്പിരിച്വൽ വേയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ വഴിയൊന്ന് നിങ്ങൾ പതിയെ മാറി സഞ്ചരിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ കുറേ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, കുറേ റിയലൈസേഷൻസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ പഠിച്ച ഏറ്റവും വലിയ പാഠമെന്ന് പറയുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്നവരെ നമ്മൾ തേടി പോകുന്നതല്ല, അവർ നമ്മളിലേക്ക് വരുന്നതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. അപ്പോൾ ആ ഒരു പ്രിൻസിപ്പിൾ അനുസരിച്ച് തന്നെയാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് സ്നേഹവും ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സണോടുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ അവർ വരുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അവർ വരട്ടെ, അവരവരുടെ സമയമാവുമ്പോൾ വരും, യൂണിവേഴ്സ് എനിക്ക് കൊണ്ടുവന്ന് തരും എന്നുള്ള ആ ഒരു ട്രസ്റ്റ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ അതുകൊണ്ട് തന്നെ കുറച്ചൊരു സമാധാനപൂർണ്ണമായിട്ടുള്ള മനസ്സോടുകൂടി തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, ആ ഒരു ഡിവൈൻ പവറിൽ വിശ്വസിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനിയുള്ളത് ഈ ഒരു പേഴ്സൻ്റെ ഊഴമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സെപ്പറേഷൻ വന്നിട്ടുള്ളത് പോലും ഇങ്ങനെയുള്ള ആ ഒരു സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാവുന്നതിന് വേണ്ടി തന്നെയാണ്. ഇവിടെ അതുപോലെ നിങ്ങളിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രകടമായിട്ടുള്ളൊരു മാറ്റം എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ എന്നുള്ളത് പറയാം.
അപ്പോഴാണ് നിങ്ങളുടെ ഒരു റീഡിംഗ് ആണ് ഇത്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നൊരു കാര്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അതായത് നിങ്ങളിപ്പോൾ നിങ്ങളെ സ്വയം സ്നേഹിക്കുന്നുണ്ടാവാം. അതുപോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ബാഹ്യമായ സൗന്ദര്യമായിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും കഴിവുകളായിക്കോട്ടെ, ഇതിലൊക്കെ നിങ്ങൾക്കൊരു തരം അട്രാക്ഷൻ, നിങ്ങൾക്ക് തന്നെ ആ ഒരു സെൽഫ് അട്രാക്ഷൻ വന്നിട്ടുണ്ടാവാം. അതായത് നമ്മളിലേക്കൊരു റിലേഷൻഷിപ്പ് വരുന്നതിന് മുൻപ് ചില പ്രത്യേകമായിട്ടുള്ളൊരു സൂചനകൾ നമുക്കുണ്ടാവും, അല്ലെങ്കിൽ നമ്മളുടെ ബോഡി മൈൻഡൊക്കെ അതിനനുസരിച്ച് മാറാറുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരു ഗുഡ് ഫീൽ നിങ്ങളുടെ മനസ്സിൽ എവിടെയോ ഉണ്ടാവുന്നുണ്ടാവാം. നിങ്ങൾ ചിലപ്പോൾ ഇത്രയും നാളും നിങ്ങളുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ, അല്ലെങ്കിൽ ആ ഒരു ബ്യൂട്ടി ആയിക്കോട്ടെ ഒന്നും വകവയ്ക്കാതെ നടന്നിരുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പതിയെ അങ്ങനെയുള്ളൊരു കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ സൗന്ദര്യമായിക്കോട്ടെ നിങ്ങളതൊന്നും ആസ്വദിക്കുക, ആ ഒരു രീതിയിലേക്കൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ടാവും. അതായത് നമ്മളെ തന്നെ സ്നേഹിച്ചു തുടങ്ങുന്ന ആ ഒരവസ്ഥ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടതുപോലെ ഒരുങ്ങി നടക്കാൻ, നിങ്ങൾക്ക് വളരെ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പാട്ടുകൾ കേൾക്കാൻ, അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്കിഷ്ടം അങ്ങനെയുള്ളൊരു കാര്യത്തിന് ഇപ്പോൾ കൂടുതൽ ഒരു പ്രിഫറൻസ് കൊടുക്കുന്നുണ്ടാവാം. ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങൾക്ക് തന്നെ ഏതെങ്കിലും ഒരു രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഉള്ളിലൊരു എന്താ പറയുക, ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടാവുന്നുണ്ടാവാം. മേ ബി നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു ടൈം അവരെന്നെ ചിന്തിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവാം. ഒരുപക്ഷെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണോ സ്റ്റാർട്ടിങ് ടൈമിൽ ഉണ്ടായിരുന്നത്, ആ ഒരു ബഡ്ഡിങ് സ്റ്റേജിൽ എങ്ങനെയാണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ അപ്രോച്ച് ചെയ്തത്, ആ ഒരു രീതിയിൽ വീണ്ടും അവർ വരും എന്നുള്ളൊരു സങ്കല്പം തീർച്ചയായിട്ടും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവാം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെയാണ് ആ ഒരു കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സൂചന യൂണിവേഴ്സ് തരുന്ന ഈ ഒരു സമയത്ത് അവർക്ക് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അവർ നിങ്ങളിലേക്ക് വളരെ കൂടുതലായിട്ട് ഇത്രയും നാളില്ലാത്ത പോലെ തന്നെ അട്രാക്റ്റഡ് ആവുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് അവർക്കൊരു ഭയം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്ന് പറയുന്ന രീതിയിൽ പോകാൻ സാധിച്ചിരുന്നു, അല്ലെങ്കിൽ പൊരുത്തപ്പെട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് ശ്രമിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ അവർക്ക് പോകാനായിട്ട് ഒരു പരിധിവരെ കഴിയുകയും ചെയ്തു. പക്ഷെ ഇപ്പോൾ അവരെ കൊണ്ട് അതിനൊന്നും സാധിക്കാത്തൊരവസ്ഥ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആൻസസ്റ്റേഴ്സിൻ്റെ ബ്ലെസ്സിങ് എല്ലാം നിങ്ങൾക്കുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഡിവൈൻ ബ്ലെസ്സിങ്ങിൻ്റെ ഒപ്പം തന്നെ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കർമ്മഫലമായിക്കോട്ടെ എന്തോ ആണെന്നുണ്ടെങ്കിലും അതിനോടൊപ്പം തന്നെ നമുക്ക് വേണ്ടുന്ന ഒരു അനുഗ്രഹമാണ് നമ്മളുടെ ആ ഒരു പൂർവികരുടെ അനുഗ്രഹം, അല്ലെങ്കിൽ മൺമറഞ്ഞു പോയ നമ്മളുടെ കുടുംബത്തിലുള്ളവരുടെ അനുഗ്രഹം, അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ടൊക്കെ നമുക്ക് അത്രത്തോളം ആവശ്യമുള്ളൊരു കാര്യമാണ്. നമ്മൾ എന്ത് ചെയ്തിട്ടും നമ്മളുടെ ഒരു കാരണന്മാരുടെ ഒരു അനുഗ്രഹം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഗതി പിടിക്കില്ല എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ആൻസിസ്റ്റേഴ്സിൻ്റെ ബ്ലെസ്സിങ്ങും കൊണ്ട് പല കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നു. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ഒരു മാനിഫെസ്റ്റേഷൻസ് എല്ലാം സഫലമാകാൻ പോകുന്നു. അതുപോലെ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ആ ഒരു സോൾമേറ്റ് കണക്ഷനാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു പാർട്ട്ണർ, പാസ്റ്റ് ലൈഫ് കണക്ഷനുള്ള വ്യക്തിയാണ് ഈ ഒരു പേഴ്സൺ. അപ്പോൾ നിങ്ങളുടെ ഒരു പാർട്ട്ണർഷിപ്പ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു പാർട്ട്ണർ നിങ്ങളെ കൈയൊഴിഞ്ഞ് പോയിട്ടില്ല. ഇപ്പോൾ കാര്യങ്ങൾ കുറച്ച് ഡിലേ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ വന്നു, ആ ഒരു ഡിസ്റ്റൻസ് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഡിലേ ആയാലും അതൊരിക്കലും നടക്കില്ല എന്നല്ല, തീർച്ചയായിട്ടും അത് നടക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാണ് നിങ്ങൾ രണ്ടുപേരും ഇവിടെ തിരിച്ചറിയേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഒരു അകൽച്ച, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാനസികമായിട്ടുള്ള ഒരു ദൂരം പോലും ഉണ്ടായിട്ടുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടി തന്നെയാണ്. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു മാറ്റം രണ്ടു പേർക്കും വരണം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ റിയലൈസ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ളത്. അതും ഈ ഒരു പേഴ്സൺ മൂലം വരാനായിട്ടുള്ളൊരു കാര്യവും അത് തന്നെയാണ്. അവർക്കും ഇപ്പോൾ അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫ്യൂച്ചറിൽ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു സ്പ്രെഡ് പറഞ്ഞു തരുന്നത്. കാര്യം നമ്മളിവരുടെ ആ ഒരു സീക്രട്ട് ഫീലിങ്സ് കാര്യങ്ങളൊക്കെയാണ് നോക്കിയതെങ്കിൽ പോലും നമുക്ക് ഫ്യൂച്ചറിലേക്കുള്ള ഒരുപാട് പ്രതീക്ഷ നൽകുന്ന ഒരു സ്പ്രെഡ് തന്നെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സോൾ കണക്ഷനും നിങ്ങൾക്കുള്ള ആ ഒരു ആൻസിസ്റ്റേഴ്സ് ബ്ലെസ്സിങ്ങും എല്ലാം നമുക്ക് കാണിച്ചു തരുന്ന ഒരു സ്പ്രെഡ് തന്നെയാണിത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കിടയിൽ ബാരിയറായിട്ട് ആരെങ്കിലും വരികയോ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സെപ്പറേഷനുള്ള റീസൺ ഒന്നും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. നിങ്ങൾ സെപ്പറേറ്റ് ആയി, അല്ലെങ്കിൽ ആ ഒരു ലോങ് ഡിസ്റ്റൻസിൽ പോയി നിങ്ങൾ തമ്മിൽ ഏതൊക്കെയോ രീതിയിൽ അകന്നു എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു ഫാക്ടർ എങ്കിലും ഇതൊന്നും യൂണിവേഴ്സിൻ്റെ മുൻപിൽ ഒരു കാരണമേ അല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുക്കുന്നതിനായിട്ട് ഈ പറഞ്ഞ ഒരു കാര്യങ്ങളും ഒരു ഫാക്ടറും ഒരു തടസ്സമാവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഫ്യൂച്ചറിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും. അത് വെറുതെ അവർ ഉണ്ടാവുന്നതല്ല, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വരുന്നൊരു പേഴ്സണാണ്. നിങ്ങൾ എത്രത്തോളം ആഗ്രഹിച്ച് നിങ്ങളോടൊരു ക്രേവിങ് ഉണ്ടായിട്ട് വരുന്നൊരു പേഴ്സൺ തന്നെയാണ്.
അപ്പോൾ ഇവിടെ ഇവരുടെ ഒരു മാനസികാവസ്ഥ വെച്ച് എത്രയും വേഗം നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനാണ് സാധ്യത. കാരണം അവർക്ക് കൂടുതലായിട്ട് പിടിച്ചു നിൽക്കാനുള്ളൊരു മനക്കരുത്ത് ഉള്ളതായിട്ട് നമുക്ക് കാണുന്നില്ല. എത്രയും വേഗം നിങ്ങളിലേക്ക് വരണം എന്ന് തന്നെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കോൺടാക്റ്റ് എത്രയും വേഗം നിങ്ങൾക്ക് കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ്ങിൽ നമ്മൾ അവരുടെ കാര്യമാണ് നോക്കിയതെങ്കിൽ പോലും നിങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു എനർജി നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നിങ്ങളുടെ ഒരു റീഡിംഗ് ആണോ എന്നുള്ളത്. കാരണം അവരെക്കാൾ ഉപരിയായിട്ട് നിങ്ങളുടെ മാനസികാവസ്ഥ ഇതിനകത്ത് വിസിബിളാണ്. അപ്പോൾ ഈ പറഞ്ഞ മാറ്റങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ, നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ക്ലൂസ് ഒന്നും എടുക്കുന്നില്ല. സോ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ ക്ലെയിം ചെയ്യാം. അപ്പോൾ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.